കാലവർഷം ആരംഭിച്ച് രണ്ടാഴ്ചയോളമായിട്ടും ഇടുക്കി അടക്കമുള്ള ജില്ലയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് കാര്യമായി ഉയരുന്നില്ല. ഇടുക്കി ഡാമിൽ 24% ജലം മാത്രമാണുള്ളത്. 2321.28 അടിയാണ് നിലവിലെ ജലനിരപ്പ്. കാലവർഷം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ വെറും 4.5 അടി മാത്രമാണ് ജലനിരപ്പ് കൂടിയത്. ചെറു ഡാമുകൾ ഇപ്പോഴും അടിത്തട്ട് തെളിഞ്ഞ നിലയിലാണ്. കുണ്ടള, മാട്ടുപ്പെട്ടി, ആനയിറങ്കൽ തുടങ്ങിയ ചെറു ഡാമുകളിലെല്ലാം ജലനിരപ്പ് 15% താഴെയാണ്. ഇരട്ടയാർ, കല്ലാർ തുടങ്ങിയ ഇടുക്കി ഡാമിന്റെ ഡൈവേർഷൻ ഡാമുകളിലും കാര്യമായ നീരൊഴുക്കില്ല. വേനൽ മഴ കാര്യമായി ലഭിക്കാത്തതിനാൽ ഏപ്രിൽ ആദ്യവാരം തന്നെ ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നിരുന്നു. മെയ് മാസത്തോടെ ജലനിരപ്പ് പൂർണ്ണമായും ഇല്ലാതാകുകയും ഡാമുകൾ വറ്റുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു. ഇതോടെ വലിയ അണക്കെട്ടുകളെ മാത്രമാണ് KCB ആശ്രയിച്ചിരുന്നത്. ചെറു ഡാമുകൾ മിക്കതും വറ്റിയതോടെ ഡാമുകളുടെ പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് ജലക്ഷാമവും രൂക്ഷമായിരുന്നു. എന്നാൽ ഇത്തവണ ജൂൺ ആദ്യവാരം തന്നെ കാലവർഷം എത്തിയെങ്കിലും മഴ കുറവായതിനാൽ ഡാമുകളിലേക്ക് കാര്യമായ നീരൊഴുക്ക് ഉണ്ടായില്ല. ഉപഭോഗം കുറഞ്ഞതോടെ ഈ മാസം വൈദ്യുതി ഉൽപ്പാദനം കുറവാണ്. $3.852 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇപ്പോൾ ഒരു ദിവസം ശരാശരി ഉൽപ്പാദിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിലെങ്കിലും കാലവർഷം ശക്തമായില്ലെങ്കിൽ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് KCBയുടെ ആശങ്ക. സംസ്ഥാനത്ത് വയനാട് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് കാലവർഷം ലഭിച്ച ജില്ല ഇടുക്കിയാണ്. ജില്ലയിൽ 32% മഴക്കുറവാണ്. വയനാട്ടിലേത് 42%. വേനൽ മഴയും ഇടുക്കിയിൽ കുറവായിരുന്നു. 39% കുറവാണ് ഉണ്ടായത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.